ഹായ് ഗൈസ്, ഇനി ഫോറക്സിന്റെ ഫണ്ടമെന്റലിലെ അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. നമുക്ക് സെഷൻസിനെ പറ്റി പഠിക്കാം. സെഷൻസ് എന്താണ്? നമ്മൾ ഫോറക്സ് മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും മെമ്പേഴ്സ് പറയുന്നത്, ഞാൻ ന്യൂയോർക്ക് സെഷനാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏഷ്യൻ സെഷനാണ് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ലണ്ടൻ സെഷനാണ് ട്രേഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കമ്മ്യൂണിറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സെഷൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെബ്സൈറ്റ് ആണ്. നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെഷനുകൾ ഇവിടെ കാണിച്ചു തരും. ഒരു ദിവസം എന്തൊക്കെ സെഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് മെയിൻലി 5 സെഷനുകളാണ് ഫോറക്സിലുള്ളത്. ഈ 5 സെഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഓരോരോ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ്, മേജർ സ്റ്റോക്ക് മാർക്കറ്റ്സ് തുറന്ന് പ്രവർത്തിച്ച് അവസാനിക്കുന്ന ടൈമാണ് ഈ സെഷൻസ്, വേറെ ഒന്നുമല്ല. സോ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഫോറക്സിൽ നമ്മൾ തിങ്കളാഴ്ച രാവിലെ 4:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോക്കിയോ, നമ്മളെ ഏഷ്യൻ ടൈം സോണിൽ ആ സെഷൻ തുടങ്ങുന്നത് രാവിലെ 4:30 ഈ 4:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഏഷ്യൻ സെഷൻ എന്നാണ് നമ്മൾ പറയാം. ഏഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് തുറക്കുന്ന സമയമാണത്, അല്ലെ? അല്ലെങ്കിൽ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയം, അവിടുത്തെ നേരം വെളുക്കുന്ന സമയമാണിത്. ഓക്കെ, സോ അവിടെ 4:30, അതായത് ഇതിപ്പോ നിങ്ങൾ കാണുന്ന ടൈം നമ്മളെ സമയമാണ്. ഇന്ത്യൻ ടൈമിൽ 4:30 അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തുറക്കുന്നത്. അവിടെ ചിലപ്പോൾ 9 മണിയോ 10 മണിയോ ഒക്കെ ആയിരിക്കും. ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. ഓക്കെ, ടോക്കിയോ സെഷൻ തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 4:30 തുടങ്ങും. നമ്മളിവിടെ ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ ടോക്കിയോ സെഷൻ തീരും. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് തന്നെ, ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്ക്ഫർട്ട്, ജർമ്മനി, യൂറോപ്പിന്റെയും ബെർലിന്റെയും സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കും, അല്ലേ? ഇവിടത്തെ ഒരു 11:30 AM ആണ് ഇത് തുറക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 11:30 എന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്, ഒരു ഓവർലാപ്പാണ് വരുന്നത്, അല്ലേ? ടോക്കിയോ അടയ്ക്കുന്നതിന് മുമ്പേ അടുത്തതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടും. അതെപ്പോഴാണ് അടയ്ക്കുക? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം 7:30 അടയ്ക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 12:30 ഇതിന്റെ ഇടയിൽ തന്നെ ലണ്ടനും ഉണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഏഷ്യന്റെ ഇടയ്ക്ക് തന്നെ ഈ 2 സാധനം ഓവർലാപ്പ് ആവുന്നുണ്ട്, അല്ലേ? ഏഷ്യൻ അവസാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ അവസാനിക്കുന്ന സ്ഥലത്ത് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവും. ലണ്ടൻ മാർക്കറ്റ് തീരുന്നത് 8:30 അല്ലേ? ലണ്ടൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂയോർക്കിന്റെ മാർക്കറ്റ് തുറക്കും, ഇവിടുത്തെ 5:30. അത് റണ്ണാവും രാത്രി 1:30 വരെ, അല്ലേ? 1:30 വരെ റണ്ണാവുന്നുണ്ട് നമ്മളെ ന്യൂയോർക്കിന്റെ മാർക്കറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ എന്ത് പറ്റും? പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പോലെ ഉണ്ട്. പിന്നെ നമ്മൾ വീണ്ടും സിഡ്നി മാർക്കറ്റ് ഓപ്പൺ ആവും 3:30 AM, അല്ലെ? ഇവിടുത്തെ സമയം 3:30 രാവിലെ ഓപ്പൺ ആവും. 11:30 വരെ ആ മാർക്കറ്റ് റണ്ണായിക്കൊണ്ടേയിരിക്കും, അല്ലെ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 സെഷനുകളാണ് നമുക്ക് എപ്പോഴും നടക്കുന്നത് ഫോറക്സിന്റെ മാർക്കറ്റ്. ഓക്കെ, പൊതുവെ ആളുകൾ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന സമയം ലണ്ടനും ന്യൂയോർക്ക് സെഷൻസും ആണ്. കൂടുതൽ ആൾക്കാരും ട്രേഡ് ചെയ്യുക, കൂടുതൽ വോളിയം കിട്ടുന്ന സമയം അപ്പോഴാണ്. കാരണം ഏറ്റവും മെജോറിറ്റി ആയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ബാങ്കുകൾ അല്ലെങ്കിൽ അവരുടെ ശാഖകളുള്ള സ്ഥലം ലണ്ടനും ന്യൂയോർക്കുമാണ്. HSBC ആണെങ്കിലും ബാർക്ലേസ് ആണെങ്കിലും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ ബാങ്കുകൾ ഹോൾഡുള്ള സ്ഥലം രണ്ടും ലണ്ടനും ന്യൂയോർക്കാണ്. അപ്പോൾ പൊതുവെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൂടുതലും ട്രേഡ് ചെയ്യുന്നത് കാണുന്നത് ലണ്ടനിലും ന്യൂയോർക്ക് സെഷനിലും ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി എന്താണെന്നുള്ളത്. അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കുന്ന സമയം അല്ലെങ്കിൽ അവിടുത്തെ ബാങ്കുകളുടെ സെഷൻ തുറക്കുന്ന സമയമാണ് നമ്മൾ ഈ സെഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ നിങ്ങളെ സ്ട്രാറ്റജിയൊക്കെ പഠിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സെഷനിലാണ് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ ട്രേഡ്സ് എടുക്കുമ്പോൾ വർക്കൗട്ട് ആവുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ സെഷൻസിന്റെ ഇമ്പോർട്ടൻ്റ് വരിക. ഓക്കെ, പൊതുവേ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 സെഷൻസ് ആയിരിക്കും നിങ്ങൾ ആക്ച്വലി നോക്കുക നമ്മളെ സമയത്തിൽ: ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. ഇതല്ലാതെ വേറെ ഒന്നിനും നമുക്ക് ഇരിക്കാൻ ആൾക്കാർ നോക്കാറില്ല അധികം, കാരണം അതിൻ്റെ രീതിക്കായിരിക്കും വോളിയം എന്തായാലും കിട്ടുക. ഏഷ്യൻ സെഷനും അങ്ങനെ അധികം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ പുറത്ത് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ സമയം കിട്ടാത്തതിൻ്റെ രീതിക്കൊക്കെ ആയിരിക്കാം. കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക ലണ്ടനും ന്യൂയോർക്കും ആയിരിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് സെഷനുകൾ, 5 സെഷനുകൾ. ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ ഏഷ്യൻ, ഫ്രാങ്ക്ഫർട്ട്, ലണ്ടൻ, ന്യൂയോർക്ക്, സിഡ്നി. ഓക്കെ,